കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന നിർണായകമായ NDA യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല എങ്കിൽ കൂടി അതിൽ നടന്നൊരു സംഭവം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. ആ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായെ നോക്കി പറഞ്ഞത് ഏതോ അഭി ശുരുവത് ഹേ അഭി ഓർ ആകെ ജാന ഹേ എന്നാണ്. അതായത് ഇതൊരു തുടക്കം മാത്രമാണ്, ഇനി ഒരുപാട് ദൂരം മുൻപോട്ട് പോകാനുണ്ട് എന്നാണ്. കേവലം 60 വയസ്സ് മാത്രമുള്ള അമിത്ഷായ്ക്ക് ഇനി അധിക ദൂരം സഞ്ചരിക്കാനുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ LK അദ്വാനിയുടെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അദ്വാനിയുടെ ആ കാലയളവിന്റെ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഭരിച്ച ആഭ്യന്തരമന്ത്രി ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളത് ശ്രീ അമിത്ഷായാണ്. ഒപ്പം തന്നെ അമിത്ഷാ ചെയ്ത കാര്യങ്ങൾ എണ്ണി അദ്ദേഹം അതിൽ പറയുന്നുമുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് മുതൽ നക്സലുകളെ ഇല്ലാതാക്കുന്നത് വരെ അദ്ദേഹം ചെയ്തതൊക്കെ ചരിത്രപരമായ നീക്കം ആയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിന്റെ ചാർജ് ശ്രീ അമിത്ഷായ്ക്കായിരുന്നു. അന്ന് 80-71 സീറ്റും പാർട്ടി നേടി. 2017 ഉത്തർപ്രദേശിലെ നിയമസഭയുടെ ചാർജ് അമിത്ഷായ്ക്കായിരുന്നു. അന്ന് 14 വർഷത്തിന് ശേഷം ഉത്തർപ്രദേശിൽ പാർട്ടിയെ തിരികെ കൊണ്ടുവരുവാൻ അമിത്ഷായുടെ ആ ഒരു നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു. ഒപ്പം തന്നെ അസാം, മണിപ്പൂർ, ത്രിപുര തുടങ്ങിയ ഇടങ്ങളിൽ BJPക്ക് കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന സംസ്ഥാനങ്ങളിൽ അധികാരത്തിന്റെ ആ ഒരു കൊടി വാറിച്ചതും അമിത്ഷായുടെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരുപാട് ദൂരം മുൻപോട്ട് പോകാനുണ്ട്. ഏതായാലും താൻ പ്രതീക്ഷിക്കുന്നത് 2026 ആകുമ്പോൾ പൂർണ്ണമായി തന്നെ ഇന്ത്യ നക്സൽ രഹിതമായ ഒരു രാജ്യമായിരിക്കും. മാവോയിസ്റ്റുകൾ, ഈ തീവ്ര ഇടത് സംഘടനകൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം കൂടി പ്രധാനമന്ത്രി ഈ യോഗത്തിൽ പറഞ്ഞു. ഏതായാലും ഇതിൽ തന്നെ ചില സൂചനകളും വരുന്നു. 60 വയസ്സ് മാത്രമേ ഉള്ളൂ, ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പദവികൾ ഇല്ലെങ്കിൽ ഒരുപാട് സ്ഥാനമാനങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഒരുപാട് നടപടികൾ ഇനിയും എടുക്കേണ്ടതായിട്ട് ഉണ്ട്. കാരണം ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതും പൗരത്വ ഭേദഗതി നിയമവും എല്ലാം തന്നെ ഒരു വലിയ ചരിത്രത്തിന് നാഴികക്കല്ലായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു ആർട്ടിക്കിൾ 370. അത് എടുത്തു കളഞ്ഞു. ഒപ്പം തന്നെ ഈ പൗരത്വ ഭേദഗതി കൊണ്ടുവരികയെ കൂടി ചെയ്തിരുന്നു. അതിലൊക്കെ ഒരു വലിയ കയ്യടി തന്നെ നേടിയ ഒരു ചരിത്രപരമായ തീരുമാനം മുമ്പോട്ട് പോയ ഒരു നേതാവും മന്ത്രിയും കൂടിയായിരുന്നു ശ്രീ അമിത്ഷാ. 2019 വീണ്ടും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയെ ചുമതല ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് 2026 മാർച്ച് 31-നകം ഈ നമ്മുടെ രാജ്യത്ത് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ നക്സൽ മാവോയിസ്റ്റുകളെ തീർത്ത് കളയും. ഇനി അങ്ങനൊന്നും ഉണ്ടാകില്ല എന്ന്. ഏതായാലും 94% ഇടങ്ങളും, അതായത് മാവോയിസ്റ്റുകളിലെ നക്സലുകളുടെ പിടിയിൽ അമർന്നിരുന്ന പല ജില്ലകളും പല ഇടങ്ങളും ഒക്കെ മോചിപ്പിച്ചിരിക്കുന്നു. അവിടെയൊക്കെ ജനജീവിതം ഇപ്പോൾ സാധാരണ നിലയിലായിരിക്കുന്നു. റോഡുകളായി, വൈദ്യുതിയായി എല്ലാം അവിടെ പുതിയ വികസനത്തിന്റെ പാതകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവശേഷിക്കുന്ന ഒരു 6% കൂടിയുണ്ട്. ഒരുപക്ഷെ അത് ഈ വർഷം അവസാനത്തോടു കൂടി പൂർണ്ണമായേക്കാം. അതിന്റെ പ്രഖ്യാപനം 2026 മാർച്ച് 31 മുൻപ് ഉണ്ടായേക്കാം. ന്യൂസ് ഡെസ്ക്.